ബ്രേക്ക് 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 ബ്രേക്ക്. അവര് നമ്മുടെ ഇച്ചിരി സ്ഥലം എടുത്തായിരുന്നു. ആ ഓക്കെ. ഇനി നമുക്ക് പോട്ടെ. ആവശ്യമില്ലല്ലോ. ലെവല് വെച്ചിട്ട് ലെഫ്റ്റ് ചേർന്ന് അതിന്റെ അടുത്ത് വരെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവാ. എന്നിട്ട് തൊട്ടടുത്തേലും മാറ്റിയെടുക്കുക. എന്നിട്ട് വീണ്ടും വണ്ടി ഇടിക്കത്തില്ല, ഇച്ചിരി ഇങ്ങോട്ട് തന്നെ ചേർത്ത് കണ്ടോ. അപ്പൊ ഇവിടോട്ട് എന്തോ വരത്തില്ല, ഒത്തിരി ഗ്യാപ്പ് വരുന്നില്ല. സൈഡിൽ മാറിപ്പോരേ. ഇവിടെ തെളിവ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വള വേണ്ട. ഞാൻ പറഞ്ഞത് ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു സാഹചര്യമാണ് കൊടുക്കരുത് കേട്ടോ. ബ്രേക്ക് ആവശ്യമുള്ള സ്പീഡ് കേട്ടോ, ആവശ്യമുള്ള സ്പീഡ്. ഇവിടെ വാങ്ങിപ്പോ ഓടി ഒന്നും നോക്കണ്ട. അത് നമ്മള് ഷോൾഡറിൽ വന്നാ ബ്രേക്ക് കേട്ടോ. ഇവിടെ വലത്തോട്ടാ ചരിവ്. പക്ഷെ എങ്ങനെ പോരുത്, വലത്തോട്ട് വണ്ടി പോരുത്. ഇടത്ത് സൈഡ് നമ്മൾക്ക് മാക്സിമം ബോണത്തിൽ കയറണം. ആ വെള്ളവരയോട്ട് നമ്മുടെ ടയറും കേറിയിട്ട് ഇനി ചരിച്ചോളൂ. ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയ ഡ്രൈവർ ടെസ്റ്റ് പാസ്സാവാൻ നോക്കിക്കോണം. ഓക്കെ, നമുക്ക് റോഡ് പ്ലെയിനാ. വലത്തോട്ട് നമ്മൾ വണ്ടിയെ കൊണ്ടുപോവുകയും ചെയ്യരുത്. തേർഡ് ഗിയർ ആയല്ലോ. ഈ ഒരു ഗ്യാപ്പ് കിട്ടി അങ്ങ് ഫോർത്ത് ഗിയർ വിട്ടെ. ആ ഗ്യാപ്പ് നമ്മൾ കളയരുത്. കാര്യം ഇനി നമ്മൾ ഇത്രയും ഗ്യാപ്പ് നോക്കി വെയിറ്റ് ചെയ്യണ്ട. പിന്നെ ഇനി മുമ്പോട്ടെടുത്ത് ഒതുക്കാൻ പറയും. ഞാൻ പറഞ്ഞൊന്ന് കൂട്ടിക്കും. ബ്രേക്ക് എന്ത് ചെയ്യണം, പയ്യെ തേർഡ് ഗിയറിന്റെ സ്പീഡിൽ കൊണ്ടുപോകും. തേർഡ് ഗിയർ ആക്കണം. അതുവരെ വണ്ടി റോഡിൽ നിന്ന് ഒതുങ്ങരുത്. ഓടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. വണ്ടി വരുന്നത് നമ്മൾ ഓട്ടോയ്ക്ക് അപ്പുറം പോകാൻ പറ്റുമോ നോക്കും. എന്നിട്ട് ബ്രേക്ക് ഒക്കെ അവിടെ കൊണ്ടോ. സെക്കൻഡ് ഗിയറിന്റെ സ്പീഡ് ആയല്ലോ ഏകദേശം. നേരെ വെച്ചിട്ട് ആ വണ്ടി ടച്ച് ആക്കണം. ബ്രേക്ക് കൂടെ കൊടുത്താൽ നിർത്തരുത്. ഇളക്കി പോട്ടെ, ഇളക്കി. എന്നിട്ട് ടൂ വീലറിന്റെ അപ്പുറത്ത് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും. അവിടെ ഒരു ഇച്ചിരി സ്ഥലം കണ്ടോ ടൂ വീലർ അവിടെ. അവിടെ ഇവിടെ ഉണ്ട്. ഈ ഇൻഡിക്കേറ്റർ ഇട്ട്, ഈ ഇൻഡിക്കേറ്റർ ഇട്ടില്ല അവിടെ ഫെയിൽ ആയി പോകും കേട്ടോ. എവിടാണോ നിർത്തേണ്ടത് അതിന് കുറച്ച് തൊട്ട് മുമ്പ്. വേഗത ഓൾറെഡി കുറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ക്ലച്ച് ഇതാക്കാമല്ലോ. അപ്പൊ പയ്യെ ക്ലച്ച് ആകത്തുള്ളൂ. എന്നിട്ട് പയ്യെ റോഡിൽ നിൽക്കിയത് കൊണ്ട് ഒതുങ്ങി നിൽക്കണം കേട്ടോ. ഇവിടാണോ വണ്ടി നിർത്താൻ ഉദ്ദേശിച്ചല്ലോ സത്യത്തിൽ. അവിടെ അല്ലെ എവിടെ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ നിർത്തിയത് ശരിയാണോ സത്യത്തിൽ? നമ്മുടെ ഡ്രൈവർ ടെസ്റ്റ് കറക്റ്റ് ആണോ? അല്ല, കാര്യം നമ്മൾ റോഡിലായി പോയി കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി എടുക്കണേ. അവിടെ വീണ്ടും ആദ്യം തൊട്ട് എടുത്തേ. ന്യൂട്രൽ ആദ്യം തൊട്ടെ. സീറ്റ്, മിറർ, സീറ്റ് ബെൽറ്റ് എല്ലാം ഓക്കെയാണ്. ന്യൂട്രാണോ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് എന്നിട്ട് ചെറിയ പയ്യെ പിടിച്ച് വിരൽ പോയിന്റ് കൊണ്ടുപോവാ. മതി മതി. അവിടെ വെച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് താത്ത് വെക്ക്. എന്നിട്ട് ബ്ലൈൻഡ് സ്പോട്ട് നോക്കിയിട്ട് വേണം അങ്ങനെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേ. ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ക്ലച്ച് ഫുള്ള് താത്ത് വെച്ചവനെ. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇപ്പഴേ പിടിക്കരുത്. ഫസ്റ്റ് കിടക്കുക. അതിന് ബൈറ്റിംഗ് പോയിന്റിലും ആ വിരൽ പോയിന്റ് കൊണ്ടുപോകുക ക്ലച്ചിന്. എന്നിട്ട് ആ ക്ലച്ചിനെ കയ്യിലാക്കണം. നമ്മുടെ കാലിനകത്ത് ഒതുക്കി എടുക്കണം. ഇല്ല. ഇനി ബ്ലൈൻഡ് സ്പോട്ട് ചരിഞ്ഞ് നോക്കും. ഓക്കെ. ഇനി കണ്ണാടി വണ്ടിയില്ലെന്ന് ഉറപ്പ്. കണ്ണാടി നോക്കിക്കൊണ്ട് ഹാൻഡ് ബ്രേക്ക് കാത്ത് വെച്ചു. എന്നിട്ട് ക്ലച്ച് പയ്യെ ഇളക്കൊണ്ടുവരാം. വളരെ പയ്യെ. ഇനി ഓടിക്കോട്ടെ കേട്ടോ. ഗിയറോടെ ഇടാൻ പറ്റിയ സ്ഥലത്തെല്ലാം ഇട്ടോളാം കേട്ടോ. ഒരു മോഡൽ വളവേണ്ട. ആദ്യമേ ക്ലച്ച് ആക്കും, ബ്രേക്ക് ആക്കും. അതോടെ സ്പീഡ് കുറവായതുകൊണ്ട് ഞാൻ പറയണായിരുന്നു. വെള്ളവരിക്ക് വെളിയിൽ പോലെ, വെള്ളവരിക്ക് വെളിയിൽ പോലെ ഇരക്കല്ലേ, ഇരക്കുകയും ചെയ്യരുത്. ഇരക്കുന്നതിന്റെ അർത്ഥം എന്തായിരിക്കും? അതായത് ഇട്ട ഗിയറിന്റെ മാക്സിമം സ്പീഡായി കേട്ടോ.
എന്തിനാണ് അവനോടെ കളിച്ചാതെ അത്രയും കാഴ്ച മോന് കിട്ടി ആ, ഇല്ലേ? ഉം, വളവെല്ലാം കഴിഞ്ഞു വന്ന് ഉം. പിന്നെ തടസ്സമില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, ക്ലച്ച് ആക്കണ്ട കേട്ടോ. ബ്രേക്ക് പയ്യനല്ലയോ, കൺഫേം ചെയ്യും. ഉറപ്പില്ലയോ? അല്ലെങ്കിൽ 50% ഉറപ്പുള്ള കാല് ബ്രേക്ക് എത്തിരിക്കും. 100 ഉണ്ടെങ്കിൽ ആക്സിഡന്റ്. ടൂലർ ഗേറ്റിന് അപ്പുറത്ത് ഒതുക്കി നിർത്തണം. അപ്പൊ എന്തൊക്കെ ചെയ്യണം? ആദ്യം കാലം ബ്രേക്കേ വരണം, തേർഡ് ഗിയറിന്റെ സ്പീഡിൽ കൊണ്ടുവന്നിട്ട് തേർഡ് ഗിയർ ആക്കണം. എന്നിട്ട് ഗിയറിന്റെ സെക്കൻഡ് ഗിയറിന്റെ സ്പീഡിൽ കൊണ്ട് സെക്കൻഡ് ഗിയർ വണ്ടി നിൽക്കുക, പ്രഷർ ബ്രേക്കിലെ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി അടുത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടില്ലേ മറന്നു പോലും. ഇത് ക്ലച്ച് അകത്ത് കൊടുക്കുക. ക്ലച്ച് ഇനി എന്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ? വേണ്ട, രണ്ടാമത്തെ ഗിയർ വരെ ആയല്ലോ ഇനി വണ്ടി. ഇനി വെള്ളമടിക്ക് അപ്പുറത്തോട്ട് ഒരു ടയറിനെ ഇറക്കും. ഇനി പെയ്യെ നോക്ക്. നേരെ അതിന് നേരെയാക്കി നിർത്തും. ഞാൻ ചോദിക്കുന്നത്